മാസ്റ്റർ കെ അക്കാദമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LPUP പരീക്ഷയുടെ മുൻകാല മലയാള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളുമാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ആത്മകഥകളെയും രചയിതാക്കളെയും ശരിയായി ക്രമപ്പെടുത്തുക. നോക്കിക്കേ, ഓപ്ഷൻ 1 തുടിക്കുന്ന താളുകൾ തോപ്പിൽ ഫാസി, ഒളിവിലെ ഓർമ്മകൾ ബഷീർ, എന്റെ വഴിയമ്പലങ്ങൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഓർമ്മയുടെ അറകൾ SK പൊറ്റക്കാട്. അപ്പം ഓപ്ഷനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് A 1A 2C 3D 4B ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? D ആണ്. നമ്മുടെ ആൻസർ ഏതാണ്? D. അതായത് 1C ഒന്നാമത്തെ തുടിക്കുന്ന താളുകൾ എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴയാണ്. അപ്പൊ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. ഒളിവിലെ ഓർമ്മകൾ ആരുടെയാണ്? തോപ്പിൽ ഫാസിയുടെയാണ്. ഒളിവിലെ ഓർമ്മകൾ 2A ആണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. അടുത്തത് എന്റെ വഴിയമ്പലങ്ങൾ ആരുടെയാണ്? SK പൊറ്റക്കാട്. 3D ആണ്. ഓക്കെ, ഓർമ്മയുടെ അറകൾ ആരുടെയാണ്? ബഷീറിന്റെ ആണ്. അപ്പം 4B ആണ്. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, നമ്മൾ കുറച്ച് ആത്മകഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മകളെ തെറ്റായ രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തുടിക്കുന്ന താളുകൾ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? തോപ്പിൽ ഫാസി എന്നാണ്. അപ്പൊ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ്? ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ്. ഒളിവിലെ ഓർമ്മകൾ ആരുടെയാണ്? തോപ്പിൽ ഫാസിയുടെയാണ്. എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്, ഓർമ്മയുടെ അറകൾ ബഷീർ. ഈ രീതിയിലാണ് അതിനെ ക്രമപ്പെടുത്തേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് കുറച്ച് ആത്മകഥകൾ ഒന്ന് പരിചയപ്പെടാം. എന്റെ കഥ ആരുടെ ആത്മകഥയാ? മാധവിക്കുട്ടിയുടെയാണ്. എന്റെ കഥ ആരുടെയാണ്? മാധവിക്കുട്ടി. എന്റെ ജീവിതം പ്രേം നസീർ. എന്റെ ജീവിത കഥ AK ഗോപാലന്റെ ആണ്. എന്റെ ജീവിത കഥ. എന്റെ കഥയില്ലായ്മകൾ AP ഉദയഭാനു. എന്റെ വക്കീൽ ജീവിതം തകഴി. എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. എന്റെ ഇന്നലകൾ ആരുടെ ആത്മകഥയാണ്? വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ നോക്കിക്കേ, എന്റെ കഥ മാധവിക്കുട്ടി, എന്റെ ജീവിതം പ്രേം നസീർ, എന്റെ ജീവിത കഥ AK ഗോപാലൻ. AKG എന്നറിയപ്പെടുന്ന ആരാ? AK ഗോപാലനാണ്. എന്റെ കഥയില്ലായ്മകൾ AP ഉദയഭാനു, എന്റെ വക്കീൽ ജീവിതം തകഴി, എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്, എന്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശൻ. എന്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ. എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി, എന്റെ കലാജീവിതം PJ ചെറിയാൻ, എന്റെ സഞ്ചാരപദങ്ങൾ കളത്തിൽ വേലായുധൻ, എന്റെ തോന്യാസങ്ങൾ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, എന്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നോക്കിയേ, എന്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ, എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി, എന്റെ കലാജീവിതം PJ ചെറിയാൻ, എന്റെ സഞ്ചാരപദങ്ങൾ കളത്തിൽ വേലായുധൻ, എന്റെ തോന്യാസങ്ങൾ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെയാണോ? എന്റെ ജീവിത സ്മരണകൾ ആരുടെയാ? മന്നത്ത് പത്മനാഭന്റെ ആണ്. എന്റെ നാടക സ്മരണകൾ PJ ആന്റണി. എന്റെ ബാല്യകാല സ്മരണകൾ C അച്യുതമേനോൻ. എന്റെ മൃഗയാസ്മരണകൾ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. എന്റെ കഴിഞ്ഞകാല സ്മരണകൾ കുമ്പളത്ത് ശങ്കുപിള്ള. നോക്കിക്കേ, എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ, എന്റെ നാടക സ്മരണകൾ PJ ആന്റണി, എന്റെ ബാല്യകാല സ്മരണകൾ C അച്യുതമേനോൻ, എന്റെ മൃഗയാസ്മരണകൾ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, എന്റെ കഴിഞ്ഞകാല സ്മരണകൾ കുമ്പളത്ത് ശങ്കുപിള്ള. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ബഷീർ. അപ്പൊ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി, ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്, ഓർമ്മയുടെ അറകൾ ആരുടെയാ? ബഷീർ.
ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ, ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസ്. ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ്, ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ്. ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണൻ, ഓർമ്മകളുടെ ഭ്രമണപഥം ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി, ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി. ഓർമ്മ പുസ്തകം OV വിജയൻ. നീ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി. മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം. ഓർമ്മയുടെ ഓളങ്ങൾ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ബഷീർ. ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസ്. ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ്. ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണൻ. ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി. ഓർമ്മ പുസ്തകം OV വിജയൻ. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി. മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം. നമ്മൾ കുറച്ച് ആത്മകഥകളാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കഞ്ച നേർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നു? കഞ്ച നേർമിഴി, കഞ്ച നേർമിഴി എന്ന പദം ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നെന്നാണ് ക്വസ്റ്റ്യൻ. ഉപമാ ഗർഭം, ഉപമാ ലുപ്തം, ഉപമാന ലുപ്തം, മൂന്നിലും പെടുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഉപമാ ഗർഭമാണ്. എന്താണ്? ഉപമാ ഗർഭം. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ സമാസം എന്നൊരു പറയുന്ന ഒരു ഭാഗത്ത് നിന്നും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ LP UP പരീക്ഷകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഏതാ? സമാസം. നമുക്ക് നോക്കാം. സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം. നോക്കിയേ, വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം എന്ന് വെച്ച് കഴിഞ്ഞാല് വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ പദങ്ങളെ കൂട്ടിച്ചേർത്ത് എഴുതുന്നതിന് പറയുന്ന പേരാണ് സമാസം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സമസ്ത പദം എന്ന് പറയാം. അപ്പൊ നോക്കിയേ, വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ, ഇത് വ്യക്തി പ്രത്യയങ്ങൾ എന്നാണ് കിടക്കുന്നത്. സോറി കേട്ടോ, വേണ്ടുന്ന വിഭക്തി പ്രത്യയം എന്നാക്കണേ. വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ പദങ്ങളെ കൂട്ടിച്ചേർത്ത് എന്നതിന് പറയുന്ന പേരാണ് എന്തുവാ? സമാസം. അല്ലെങ്കിൽ എന്ത് പറയും? സമസ്ത പദം എന്ന് പറയും. ഉദാഹരണം നദി, തീരം. അപ്പൊ നദി എന്ന് പറയുന്നതും തീരം എന്ന് പറയുന്നതും രണ്ട് പദങ്ങളല്ലേ? ഇതിന് വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ നമ്മൾ ചേർത്തെഴുതി. എങ്ങനെ എഴുതി? നദീതീരം. ഇതിന് പറയുന്ന പേര് സമാസം എന്ന് പറയും. അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? സമസ്ത പദം എന്ന് പറയാം. എന്ത് പറയാം? സമസ്ത പദം. ഓക്കെ ഇല്ലയോ? അപ്പൊ സമാസം അല്ലെങ്കിൽ സമസ്ത പദം എന്ന് പറയുന്നു. ഓക്കെ, അടുത്തതാണ് സമസ്ത പദത്തെ വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പിരിച്ചെഴുതാറുണ്ട്. വിഭക്തി പ്രത്യയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പിരിച്ചെഴുതുന്നതിന് പറയുന്ന പേരാണ് വിഗ്രഹിക്കുക അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കുക. വിഗ്രഹിക്കുക അല്ലെങ്കിൽ ഘടക, അതായത് ഉചിതമായ പ്രത്യയങ്ങൾ ചേർത്ത് നമ്മൾ പദങ്ങളെ വിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? സമസ്ത പദം. ഇപ്പൊ ഒരു സമസ്ത പദം തരും, അതിന് നമ്മൾ എന്ത് ചെയ്യണം? വിഭക്തി പ്രത്യയങ്ങൾ വെച്ച് അതിനെ നമ്മൾ ഘടക പദങ്ങളാക്കണം. അപ്പം ഇതിന് പറഞ്ഞ പേര് ഘടകപദങ്ങളാക്കുക അല്ലെങ്കിൽ വിഗ്രഹിക്കുക എന്നാണ്. അപ്പം നദീതീരം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നദിയുടെ തീരം എന്ന് എഴുതാം അല്ലെ? നദീതീരം, നദിയുടെ തീരം. അപ്പൊ ഉട എന്നുള്ള ഒരു വിഭക്തി പ്രത്യയം നമ്മൾ അവിടെ ചേർത്തിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക, വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ പദത്തെ പൂർവപദമെന്നും അവസാന പദത്തെ ഉത്തരപദമെന്നും അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദത്തെ മധ്യമ പദമെന്നും പറയുന്നു. അപ്പൊ നോക്കിക്കേ, അപ്പം വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ പദം നമ്മൾ എന്താ പറയും? പൂർവപദം എന്ന് പറയും. അവസാന പദത്തെ നമ്മൾ ഉത്തരപദം എന്ന് പറയും. ഇനി അർത്ഥം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മധ്യത്തെ ചേർത്ത പദത്തെ പറയുന്ന പേരെന്താണ്? മധ്യമ പദം എന്നാണ്. ഓക്കെ, അപ്പൊ തീവണ്ടി എന്ന് പറയുന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കുകയാണ്. തീവണ്ടി എന്ന് പറയുന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കുന്നത് എങ്ങനെയാ? തീയാൽ ഓടുന്ന വണ്ടി എന്നാണ് വിഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പൂർവപദം എന്ന് പറയുന്നത് തീയാണ്. തീ എന്നുള്ളത് എന്താണ്? പൂർവപദമാണ്. ഇനി വണ്ടി എന്നുള്ളത് എന്താണ്? ഉത്തരപദമാണ്. ഉത്തരപദം. ഇനി
ഓടുന്ന എന്നുള്ളത് നമ്മൾ അർത്ഥം ഉണ്ടാകാൻ വേണ്ടി ചേർത്ത പദമല്ലേ. അപ്പൊ ഈ പദത്തെ നമ്മൾ പറയുന്ന പേര് മധ്യമ പദം എന്നാണ്. എന്താ പറയും? മധ്യമ പദം എന്ന് പറയും. നമുക്കറിയാം ആൽ എന്നുള്ളത് വിഭക്തി പ്രത്യയമാണ്. ആല് നിപ്രസം ഉപ്രസം ആ എന്നുള്ള രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട് വിഭക്തി പ്രത്യയങ്ങളൊക്കെ കേട്ടോ. അപ്പൊ തീ എന്നുള്ളത് പൂർവ്വപദം, വണ്ടി എന്നുള്ളത് ഉത്തരപദം, ഓടുന്ന എന്നുള്ളത് എന്താണ്? മധ്യമ പദമാണ്. ഇനി എപ്പോഴും ഘടകപദങ്ങൾ ആക്കിയതിനു ശേഷം മാത്രമേ സമാസം ഏതാണെന്ന് നിർണയിക്കാൻ കഴിയൂ. അപ്പം നമുക്ക് സമാസം പറയണമെങ്കിൽ സമാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എപ്പോഴും എങ്ങനെയായിരിക്കണം? ഘടകപദങ്ങളാക്കണം. ഇപ്പം നമുക്ക് തീവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സമസ്ത പദമാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഘടകപദങ്ങളാക്കണം. എന്നാൽ മാത്രമേ സമാസം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ ആണല്ലോ. പൂർവോത്തര പദങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് സമാസത്തെ നമ്മൾ 4ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് അവ്യയീഭാവൻ. അവ്യയീഭാവൻ എന്ന് പറഞ്ഞാല് ഘടകപദങ്ങളാക്കുമ്പോൾ ആദ്യ പദം എന്ന് പറഞ്ഞാൽ പൂർവ്വപദമല്ലേ. അപ്പൊ പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നു. സസ്നേഹം എന്ന് പറയുന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കുകയാണ്. സ്നേഹത്തോടു കൂടി എന്ന് പറയുമ്പോൾ സ്നേഹത്തിനല്ലേ പ്രാധാന്യം? ആദ്യ പദത്തിനല്ലേ പ്രാധാന്യം വന്നത്? അപ്പൊ ആദ്യ പദത്തിന് പ്രാധാന്യം വന്നാൽ അതിന് നമുക്ക് എന്തോ പറയാം? അവ്യയീഭാവൻ എന്ന് പറയാം. അനുദിനം എന്നുള്ളതിന് നമ്മൾ വിഗ്രഹിക്കുന്നത് ദിനം തോറും എന്നാണ്. അപ്പൊ ദിനം തോറും എന്നുള്ളതിനകത്ത് ദിനമാണ് ഇവിടുത്തെ പൂർവ്വപദം. അപ്പൊ പൂർവ്വപദത്തിന് പ്രാധാന്യം വന്നു. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്തു പറയാം? അവ്യയീഭാവൻ. പ്രതിമാസം, മാസം തോറും, മാസം എന്നുള്ളതിനല്ലേ പ്രാധാന്യം വന്നിരിക്കുന്നത്. ഘടകപദങ്ങൾ ആക്കിയതിനു ശേഷം അവിടുത്തെ പ്രാധാന്യമാണ് നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് തൽപുരുഷ സമാസം. തൽപുരുഷ സമാസം എന്ന് പറയുമ്പം ഘടകപദങ്ങളാക്കുമ്പോൾ ഉത്തരപദത്തിന് അല്ലെങ്കിൽ രണ്ടാമത്തെ പദത്തിനായിരിക്കും പ്രാധാന്യം. അപ്പൊ നദീതീരം, നദിയുടെ തീരം എന്ന് പറഞ്ഞു. അപ്പൊ തീരത്തിനല്ലേ ഇവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത്? നദിയുടെ തീരമല്ലേ പറഞ്ഞു. അപ്പൊ തീരം എടുത്ത് പറഞ്ഞു. അപ്പൊ തീരത്തിന് പ്രാധാന്യം വന്നു. മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ്, ഇവിടെ കൊമ്പിനാണ് പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ അവസാന പദത്തിന് പ്രാധാന്യം വന്നതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാം? തൽപുരുഷ സമാസം എന്ന് പറയാം. ഇനി തൽപുരുഷ സമാസത്തിൽ ചേർക്കുന്ന വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനം, ഇതിനകത്തെല്ലാം വിഭക്തി പ്രത്യയങ്ങൾ വന്നിട്ടുണ്ടല്ലോ. നദിയുടെ, മരത്തിന്റെ, ഇന്റെ, ഉടെ എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തില് ഇതിന് നമ്മൾ എത്രയായിട്ട് തിരിക്കുന്നു? 7ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തൽപുരുഷ സമാസത്തെ നമ്മൾ എത്രയായിട്ട് തിരിക്കുകയാണ്? 7ആയിട്ട് തിരിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് നിർദ്ദേശിക തൽപുരുഷൻ. നിർദ്ദേശിക തൽപുരുഷൻ നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയം ഇല്ല എന്നറിയാം. അപ്പൊ ഘടകപദങ്ങളാക്കുമ്പോൾ എന്ന പദം വരികയാണെങ്കിൽ, എന്ന പദം ചേർന്ന് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? നിർദ്ദേശിക തൽപുരുഷൻ. കാരണം വിഭക്തിക്കകത്ത് നിർദ്ദേശിക തൽപുരുഷൻ എന്തോ ഇല്ല, പ്രത്യയം ഇല്ല. എന്നാൽ ഘടകപദങ്ങളാക്കുമ്പോൾ എന്തോ വരണം? എന്ന് ചേർന്ന് വരണം. അപ്പൊ ഹിമാലയ പർവ്വതത്തെ നമ്മൾ എങ്ങനെ വിഗ്രഹിക്കുന്നത്? ഹിമാലയം എന്നുള്ളത് ഒരു പർവ്വതത്തിന്റെ പേരാണ്. അപ്പൊ നമ്മൾ എങ്ങനെ വിഗ്രഹിക്കുന്നത്? ഹിമാലയം എന്ന പർവ്വതം എന്ന്. നളനൃപൻ, നളനൊരു പേരല്ലേ. അപ്പൊ നളൻ എന്ന നൃപൻ. മാതൃഭൂമി പത്രം, മാതൃഭൂമി എന്ന പത്രം അല്ലെ. സഹ്യപർവ്വതം, സഹ്യൻ എന്ന പർവ്വതം. അപ്പം ഇതെല്ലാം എന്ന ചേർത്ത് വിഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ചേർത്ത് വിഗ്രഹിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തു പറയാം? നിർദ്ദേശിക തൽപുരുഷൻ എന്ന് പറയാം. ക്ലിയർ ആയോ? അടുത്തതാണ് പ്രതിഗ്രാഹിക തൽപുരുഷൻ. പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ അവിടെ എന്താ വരുന്നത്? എന്ന് ചേർന്ന് വരുന്നു. അപ്പൊ നോക്കിക്കേ, കോഴി വളർത്തൽ എന്നുള്ളതിനെ വിഗ്രഹിച്ചു. കോഴിയെ വളർത്തൽ, അവിടെ വന്നല്ലോ. ഇനി മരം കൊത്തി എന്നുള്ളതാണെങ്കിലോ മരത്തെ കൊത്തുന്നതാണ് മരം കൊത്തി. അപ്പൊ മരത്തെ, അവിടെ വന്നു. വന്നാൽ പ്രതിഗ്രാഹിക തൽപുരുഷൻ. അപ്പൊ ഘടകപദങ്ങളാക്കുമ്പോൾ എന്ന് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? പ്രതിഗ്രാഹിക തൽപുരുഷനായിരിക്കും. അടുത്തതാണ് സംയോജിക തൽപുരുഷൻ. സംയോജിക തൽപുരുഷൻ എന്ന് പറയുമ്പം ഘടകപദങ്ങളാക്കുമ്പോൾ ഓട് എന്ന് ചേർന്ന് വരുന്നു. ഓട് എന്ന പ്രത്യയം വരികയാണ്. അപ്പൊ ദേശഭക്തി, ദേശത്തോടുള്ള ഭക്തി. പിതൃസ്നേഹം, പിതാവിനോടുള്ള സ്നേഹം. അപ്പൊ ഓട് വന്നു കഴിഞ്ഞാൽ സംയോജിക തൽപുരുഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിക്കേ, ഉദ്ദേശിക തൽപുരുഷൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ഇക്ക്, ന് എന്നിവ ചേർന്ന് വരുന്നു. ഇക്ക്, ന് എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നു. പൂജാപാത്രം,
പൂജയ്ക്കുള്ള പാത്രം. ഓക്കെ, യാഗശാല, യാഗത്തിനുള്ള ശാല. അപ്പൊ നോക്കിയ ഘടകപദങ്ങളാക്കുമ്പോൾ എന്ത് വന്നു? ഇക്ക്, ന് എന്നിവ ചേർന്ന് വന്നു. അപ്പം പൂജാപാത്രം ഇങ്ങനെ വിഗ്രഹിച്ചു, പൂജയ്ക്കുള്ള പാത്രം, യാഗശാല, യാഗത്തിനുള്ള ശാല. അവിടെ എന്താ വന്നിരിക്കുന്നത്? ഇക്ക്, ന് എന്നീ പ്രത്യയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെന്തായി? ഉദ്ദേശിക തൽപുരുഷൻ. അടുത്തതാണ് പ്രയോജിക തൽപുരുഷൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ആൽ, കൊണ്ട് എന്നിവ ചേർന്ന് വരുന്നു. ആല്, കൊണ്ട് എന്നിവ ചേർന്ന് വരുന്നു. മൺപാത്രം, മണ്ണു കൊണ്ടുള്ള പാത്രം. വാത്സല്യാർദ്രം, വാത്സല്യത്താൽ ആർദ്രമായത്. അപ്പൊ ആലോ കൊണ്ടോ വരികയാണെങ്കിൽ പ്രയോജിക തൽപുരുഷൻ. അടുത്തതാണ് സംബന്ധിക തൽപുരുഷൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ഇന്റെ, ഉടെ എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്റെ, ഉടെ എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സംബന്ധിക തൽപുരുഷൻ. മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ്. പുലിവാൽ, പുലിയുടെ വാൽ. കണ്ടോ? മരത്തിന്റെ, പുലിയുടെ. അപ്പൊ ഇവിടെ എന്താണ്? സംബന്ധിക തൽപുരുഷൻ. ഇന്റെ, ഉടെ വന്നതുകൊണ്ട് സംബന്ധിക തൽപുരുഷൻ. അടുത്തതാണ് ആധാരിക തൽപുരുഷൻ. ആധാരിക തൽപുരുഷൻ എന്ന് പറയുമ്പം ഘടകപദങ്ങളാക്കുമ്പോൾ എന്താ വരേണ്ടത്? ഇല്ലെന്ന പ്രത്യയമാണ് വരേണ്ടത്. മൺവെട്ടി, മണ്ണിൽ വെട്ടുന്നത്. നിലം തല്ലി, നിലത്തിൽ തല്ലുന്നത്. അപ്പൊ ഇല്ല് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആധാരിക തൽപുരുഷൻ. അപ്പൊ വിഭക്തി പ്രത്യയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിർദ്ദേശികയ്ക്ക് പ്രത്യയം ഇല്ല, അതുകൊണ്ട് എന്നാ വന്നാ മതി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പ്രതിഗ്രാഹികയാണ്. അവിടെ ഏ വരണം. സംയോജിക ഓട്, ഉദ്ദേശിക ഇക്ക്, ന്, പ്രയോജിക ആല്, കൊണ്ട്, സംബന്ധിക ഇന്റെ, ഉടെ, ആധാരിക ഇല്ല്. ഇത്രയുമാണ് വരുന്നത്. അപ്പൊ ഇതനുസരിച്ചാണ് നമ്മൾ തൽപുരുഷ സമാസത്തിന് ഓരോ പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇനി തൽപുരുഷ സമാസത്തിൽ ചേർക്കുന്ന വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചത്. ഇനി വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ നമുക്ക് ഇതിനെ തിരിക്കാം, തൽപുരുഷ സമാസത്തിൽ തിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് കർമ്മധാരയൻ. കർമ്മധാരയൻ എന്ന് പറയുമ്പോൾ ഘടകപദങ്ങളാക്കുമ്പോൾ എന്താ വരേണ്ടത്? ആയ എന്ന് വരണം. ഘടകപദങ്ങളാക്കുമ്പോൾ എന്ത് വരണം? ആയ എന്ന് വരണം. അപ്പം നോക്കിക്കേ, മനോഹര രൂപം. മനോഹര രൂപം എങ്ങനെ വിഗ്രഹിക്കാം നമുക്ക്? മനോഹരമായ രൂപം. അവിടെ എന്ത് വന്നു? ആയ വന്നു. അപ്പൊ ഘടകപദങ്ങളാക്കുമ്പോൾ ആയ എന്ന് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? കർമ്മധാരയൻ. പച്ചപ്പട്ട്, പച്ചയായ പട്ട്. അല്ലെ, നിറം വരുമ്പം എപ്പോഴും ആയ എന്ന് ചേർത്ത് തന്നെ വിഗ്രഹിക്കണം. നീല പട്ടസാരി, നീലയായ പട്ടസാരി, അങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്. അപ്പം ആയ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? കർമ്മധാരയനായിരിക്കും. മനസ്സിലായാലോ? അടുത്തതാണ് രൂപക തൽപുരുഷൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ആകുന്ന എന്ന പദം ചേർന്നു. ആകുന്ന വരികയാണെങ്കിൽ അതെന്തായിരിക്കും? രൂപക തൽപുരുഷൻ. ഈ പേരും ആ വരുന്ന വാക്ക് ഓർത്തിരുന്നാൽ മതി. അപ്പൊ പൂർവ്വപദവും ഉത്തരപദവും അഭേദാർത്ഥത്തിൽ സമാസിക്കുന്ന തൽപുരുഷ സമാസം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് രൂപക തൽപുരുഷൻ. എങ്ങനെയാണ്? പൂർവ്വപദവും ഉത്തരപദവും അഭേദാർത്ഥത്തിൽ സമാസിക്കുന്ന തൽപുരുഷ സമാസമാണ് രൂപക തൽപുരുഷൻ. രൂപക തൽപുരുഷനാണ് തൽപുരുഷൻ. ഉദാഹരണം, ജീവിത ഗ്രന്ഥം വിഗ്രഹിക്കുന്നത് എങ്ങനെ? നമ്മള് ജീവിതമാകുന്ന ഗ്രന്ഥം. ഹൃദയ സരസ്, ഹൃദയമാകുന്ന സരസ്. അപ്പൊ ഘടകപദങ്ങളാക്കുമ്പോൾ ആകുന്ന വന്നു. ആകുന്ന വന്നത് കൊണ്ട് രൂപക തൽപുരുഷൻ. അടുത്തത് മധ്യമ പദലോപി. ഘടകപദങ്ങളാക്കുമ്പോൾ അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദം വിഗ്രഹിക്കുമ്പോൾ ലോപിച്ചു പോകുന്നു. എന്നൊക്കെ ഘടകപദങ്ങളാക്കുമ്പോൾ അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തിൽ ചേർത്ത പദം വിഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. തീവണ്ടി എന്ന പദം നമ്മൾ വിഗ്രഹിക്കുക തീയാൽ ഓടുന്ന വണ്ടി. ഇല്ലേ? നമ്മൾ ഘടകപദങ്ങളാക്കിയപ്പോൾ അർത്ഥം ഉണ്ടാകാൻ വേണ്ടി എന്ത് പദം ചേർത്തു? ഓടുന്ന എന്ന പദം ചേർത്തു. അത് പക്ഷെ തീവണ്ടി എന്ന് പറയുന്ന സമസ്ത പദത്തിലുണ്ടോ? ഇല്ല, അത് ലോപിച്ചു പോയി. ഇതിന് പറഞ്ഞ പേരാണ് എന്തുവാ? മധ്യമ പദ ലോപി. പഴക്കട, പഴം വിൽക്കുന്ന കട. ഇതാണ് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത വിൽക്കുന്ന. അതെന്ത് ചെയ്തു? ലോപിച്ചു പോയി. ഇതിന് പറയുന്ന പേര് എന്താണ്? ഇതിന് പറയുന്ന പേരാണ് എന്ത് പറയും? മധ്യമ പദ ലോപി എന്ന് പറയും. ഓക്കെ ആണോ? അടുത്ത ശ്രദ്ധിക്കുക.
അടുത്ത ശ്രദ്ധിക്കുക, ദിഗുസമാസം. ദിഗുസമാസം എന്ന് പറഞ്ഞാല് ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരുന്നു. സംഖ്യ വരുന്നതിന് ഇതൊരു സംസ്കൃത സമാസമാണ് ദിഗുസമാസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിത് തൽപുരുഷ സമാസത്തിൽ ചേർത്ത് പഠിക്കുന്നതാണ്. അപ്പൊ ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരികയാണെങ്കിൽ അതിന് നമുക്ക് ദിഗുസമാസം എന്ന് പറയാം. സമാസിക്കുന്ന പദങ്ങളിൽ ആദ്യത്തേത് മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ സംഖ്യ ആയിരിക്കും. ഇരുനില, രണ്ടു നില, മൂലോകം, മൂന്ന് ലോകം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ദിഗുസമാസം. അപ്പം ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ദിഗുസമാസം എന്ന് പറയാം. അടുത്തത് ഇതേതര ദിഗുസമാസമാണ്. ഇതും ദിഗുസമാസത്തിന് മറ്റൊരു ഭാഗമാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യയും ബഹുവചന രൂപവും വരുന്നു. സംഖ്യയുടെ കൂടെ എന്ത് വരും? ബഹുവചന രൂപം. സപ്തർഷികൾ, കണ്ടോ, 7 മഹർഷികൾ. മറ്റേന്ന് പറയുമ്പം ഏകവചന രൂപമായിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്ക് ബഹുവചന രൂപമായി അല്ലെ. നവരസങ്ങൾ, 9 രസങ്ങൾ. അപ്പൊ ഇങ്ങനെ ബഹുവചന രൂപം വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇതേതര ദിഗുസമാസം എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ദിഗുസമാസം എന്ന് പറയുമ്പോൾ സംഖ്യ വരുന്നു. സംഖ്യയുടെ കൂടെ അതായത് ആദ്യത്തെ പദം എന്തായിരിക്കും? സംഖ്യയാണ്. സംഖ്യ വരികയാണെങ്കിൽ ദിഗുസമാസമാണ്. ഈ സംഖ്യയുടെ കൂടെ ബഹുവചന രൂപം വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇതേതര ദിഗുസമാസം. ഇത് രണ്ടും ഒന്ന് തന്നെ, ഒരെണ്ണത്തിൽ വരുന്നതാണ്. ദിഗുസമാസത്തിന് വരുന്ന മറ്റൊരു വിഭാഗമാണ് എന്ന് പറയുന്നത് ഇതേതര ദിഗുസമാസം. മനസ്സിലായല്ലോ? അടുത്തത് ഉപമിത സമാസം. ഉപമിത സമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടകപദങ്ങളാക്കുമ്പോൾ പോലെ എന്ന് വരുന്നു. ഘടകപദങ്ങളാകുമ്പോൾ എന്ത് വരും? പോലെ എന്ന് വരും. പോലെ എന്ന് വരും. അപ്പൊ തളിർമേനി. തളിർമേനി എങ്ങനെ നമ്മൾ വിഗ്രഹിക്കുന്നത്? തളിര് പോലെയുള്ള മേനി. ഇവിടെ പോലെ ഉപമിച്ചില്ലേ? തളിര് പോലെ, അതിനെ പോലെ എന്ന് നമ്മൾ ഉപമിച്ചു. അപ്പൊ ഉപമിച്ചാൽ ഉപമിത സമാസം. അന്നനട, അരയന്നത്തെ പോലെയുള്ള നടപ്പ്. അരയന്നത്തെ പോലെയുള്ള നടപ്പ്. അപ്പൊ പോലെ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഉപമിത സമാസമായിരിക്കും. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ ഉപമിത സമാസം എന്ന് വെച്ചാൽ ഘടകപദങ്ങളാക്കുമ്പോൾ എന്ത് വരുന്നത്? പോലെ എന്ന് ചേർന്ന് വരുന്നു. അടുത്തതാണ് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം അതായത് മൂന്നാമത്തെ സമാസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ 2 സമാസം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അവ്യയീഭാവൻ പറഞ്ഞു, തൽപുരുഷ സമാസം പറഞ്ഞു. തൽപുരുഷ സമാസത്തിലുള്ള പിരിവുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 7ആയിട്ട് തിരിച്ചു, വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ച്. പിന്നെ വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെ നമ്മൾ തിരിച്ചു. ഇനി അടുത്ത എന്താണ്? ദ്വന്ദ്വ സമാസം. അതായത് അവ്യയീഭാവൻ, തൽപുരുഷ സമാസം, മൂന്നാമത്തെ സമാസമാണ് ദ്വന്ദ്വ സമാസം. ഘടകപദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം. ഇടയ്ക്ക് എന്നോ ഓ എന്നോ വരും. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടെ പറയുകയാണെങ്കിൽ അതെന്ത് സമാസമാണ്? ദ്വന്ദ്വ സമാസമാണ്. ഇടയ്ക്ക് എങ്ങനെ വരും? എന്നോ ഓ എന്നോ വരുന്നു. ഇപ്പൊ മാതാപിതാക്കൾ, ഇതിന് നമ്മൾ എങ്ങനെ വിഗ്രഹിക്കുന്നേ? മാതാവും പിതാവും. രാപകൽ, രാവും പകൽ. ഓക്കെ. 5 6, 5 6. വ്യക്തമായ ഒരു സംഖ്യ ആയിട്ടല്ല പറയുന്നത്, അതുകൊണ്ടാണ് ഓ ചേർത്ത് പറയുന്നത് കേട്ടോ. എന്നാൽ 101 എന്നാണെങ്കിലോ 101 എന്ന് എങ്ങനെ വിഗ്രഹിക്കാം? 100ഉം 1ഉം. അപ്പൊ എന്താണ് പറഞ്ഞത്? ഘടകപദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ദ്വന്ദ്വ സമാസം എന്ന് പറയാം. ഇടയ്ക്ക് എന്ത് വരും? എന്നോ ഓ എന്നോ വരുന്നു. ഓക്കെ ആണല്ലോ? ഇനി ലാസ്റ്റ് സമാസമാണ് ഏതാ? ബഹുവ്രീഹി. ഈ ഭാഗത്താണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ വന്നത്. ബഹുവ്രീഹി സമാസം. ഘടകപദങ്ങളാക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അന്യപദത്തിന് പ്രാധാന്യം, മറ്റൊരു പദത്തിനാണ് പ്രാധാന്യം. നോക്കിക്കേ, മാൻമിഴി, മാനിനെ പോലെ മിഴിയുള്ളവൾ. അപ്പൊ മാനിനെ പോലെ മിഴിയുള്ളവൾ എന്ന് പറയുമ്പം അതൊരു സുന്ദരിയെ പറയുകയാണ് അല്ലെ. അപ്പം മാനിനും പ്രാധാന്യമില്ല, മിഴിക്കും പ്രാധാന്യമില്ല, അത് ഉള്ളവൾക്കാണ് പ്രാധാന്യം. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? അന്യപദത്തിന് പ്രാധാന്യം വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? എന്താ പറയാം? ബഹുവ്രീഹി എന്ന് പറയാം അല്ലെ. താമരക്കണ്ണൻ, താമര ഇതള് പോലെ കണ്ണുള്ളവൻ. ആരോ അവൻ. ആരാത്? ശ്രീകൃഷ്ണനെയാണ് പറയുന്നത്. താമരയ്ക്കും ഇല്ല, താമര ഇതളിനും ഇല്ല പ്രാധാന്യം, കണ്ണിനും ഇല്ല പ്രാധാന്യം, ഉള്ള ആൾക്കാണ് പ്രാധാന്യം. അപ്പൊ അങ്ങനെ പറയുമ്പോഴേ ഇതിന് നമുക്ക് എന്ത് പറയാം? ബഹുവ്രീഹി സമാസം എന്ന് പറയാം. ഇനി ബഹുവ്രീഹി സമാസത്തെ നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് ഉപമ ഗർഭ ബഹുവ്രീഹി.
അതായത് വിഗ്രഹിക്കുമ്പോൾ മധ്യമപദം ഉപമാവാചകമായി വരുന്നു. ഈ വിഗ്രഹിക്കുമ്പോൾ മധ്യമപദം ഉപമാവാചകമായി വരുന്നു. നോക്കിയ കൊണ്ടൽ നേർവേണി, ഇതിനെ വിഗ്രഹിക്കുക. ഇവിടത്തെ ഉപമിക്കുകയാണ് കൊണ്ടൽ നേർവേണി. ഇതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ കൊണ്ടലിന് നേരായ വേണിയുള്ളവൾ എന്നാണ് പറയുന്നത്. കൊണ്ടൽ എന്ന് പറയുമ്പോൾ മേഘമാണ്. അപ്പൊ മേഘത്തിന് തുല്യമായ വേണിയുള്ളവൾ എന്ന് വെച്ചാൽ മേഘത്തിന്റെ നിറം പോലെ മുടിയുള്ളവൾ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കാർമേഘമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയ കൊണ്ടൽ നേർവേണി, കൊണ്ടലിന് നേരായ വേണിയുള്ളവൾ. അപ്പം ഇവിടുത്തെ ഈ മധ്യമ പദം എന്തായിട്ട് മാറി? ഉപമയായിട്ട് മാറിയില്ലേ? നേരായ, അത് ഉപമിച്ചില്ലേ? അപ്പൊ ഇങ്ങനെ പറയുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ? ഉപമ ഗർഭ ബഹുരിഹി. അതാണ് കഞ്ച നേർമിഴി, കഞ്ചത്തിന് നേരായ മിഴിയുള്ളവൾ. കണ്ടോ? അപ്പൊ മധ്യത്തെ പദം എന്ത് ചെയ്തു? അതിന് നമ്മള് ഉപമയാക്കി മാറ്റി. ഓക്കെ അല്ലേ? അടുത്തതാണ് ഉപമ ലുപ്ത ബഹുവ്രീഹി. ഉപമാവാചകമായ ശബ്ദം ലോപിച്ചു പോകുന്നതാണ് എന്തോ? ഉപമ ലുപ്ത ബഹുവ്രീഹി. ഉദാഹരണം താമരാക്ഷി, ഉപമാവാചക ഇതൾ പോലുള്ള എന്നുള്ളത്. നോക്കെ, താമരാക്ഷി, താമര ഇതൾ പോലുള്ള കണ്ണുള്ളവൾ. അപ്പൊ ഇവിടുത്തെ ഉപമാവാചകം ഇത് വിഗ്രഹിച്ചപ്പോൾ ഉള്ള ആ ഉപമാവാചകം എന്തോ ചെയ്തു? ലോപിച്ചു പോയി, ഇല്ലാതായി. ഇവിടെ ഉണ്ടോ ഇത്? ഇല്ല, അത് ലോപിച്ചു പോയി. അടുത്തത് എന്താണ്? ഉപമാന ലുപ്ത ബഹുവ്രീഹി. അതായത് ഏത് വസ്തുവിനോടാണോ നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത് അതാണ് ഉപമാനം. ഈ ഉപമാനം ലോപിക്കുന്നതിനെ പറയുന്നതാണ് ഉപമാന ലുപ്ത ബഹുവ്രീഹി. ഇവിടെ നോക്കിയേ, അന്നനടയാളം എന്ന് പറയുന്നു. അന്നനടയാളം എന്ന് പറഞ്ഞാല് അന്നത്തിന്റെ നട പോലെ നടയുള്ളവൾ. അപ്പൊ ഇവിടെ നട പോലെ എന്ന് നമ്മൾ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, അതെന്ത് ചെയ്തു? ലോപിച്ചു പോയി. ഇതിന് പറയുന്ന പേരാണ് ഉപമാന ലുപ്ത ബഹുവ്രീഹി. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ ബഹുവ്രീഹി സമാസത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചാണ് ഉപമാഗർഭ ബഹുവ്രീ എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നിരിക്കുന്ന പദത്തിലെ മധ്യമ പദം ഉപമയായിട്ട് മാറുന്നു. അടുത്ത എന്താണ്? ഉപമാ ലുപ്ത ബഹുവ്രീഹി. ഉപമിച്ച പദം എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. ഉപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വസ്തുവിനോടാണോ നമ്മൾ സാദൃശ്യപ്പെടുത്തിയത് അതെന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ആ ഒരു ക്വസ്റ്റ്യന്റെ വിശദീകരണമാണ് പോയിരിക്കുന്നത്. അപ്പൊ കഞ്ച നേർമിഴി എന്നുള്ളത് ഇതിനകത്ത് വരും ഉപമ ഗർഭ ബഹുവ്രീഹി എന്നുള്ള ആൻസറിൽ പോകും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നിത്യസമാസം എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടകപദങ്ങളാക്കാൻ കഴിയാത്തതിനെ പറയുന്നതാണ് നിത്യസമാസം. വഴി പോലെ, ചെറുതേൻ, ഇതിനൊന്നും നമുക്ക് ഘടകപദങ്ങളാക്കാൻ പറ്റത്തില്ല. ഇതിന് പറയുന്ന പേര് നിത്യസമാസം. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരുന്നതായി സംസയ്ക്ക് അനുഭവപ്പെട്ടു. ഈ വാക്യത്തോടെ ആരംഭിക്കുന്ന മലയാള നോവൽ ഏത്? അപ്പം ഒരു ദിവസം ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നതായി സംസയ്ക്ക് അനുഭവപ്പെട്ടു. ഈ വാക്യത്തോടെ ആരംഭിക്കുന്ന മലയാള നോവൽ ഏതാണ്? ഉടൽ ഭൗതികം, പട്ടുനൂൽപ്പുഴു, കാന്തൽ, മരണവംശം. നമ്മുടെ ആൻസർ എന്താണ്? പട്ടുനൂൽപ്പുഴു എന്നാണ്. ഓക്കെ, നമുക്ക് കുറച്ച് നോവലുകളെ പരിചയപ്പെടാം. അപ്പൊ എസ് ഹരീഷ് രചിച്ച നോവലാണ് ഏതെന്ന് പറയുന്നത്? പട്ടുനൂൽപ്പുഴു. അപ്പൊ പട്ടുനൂൽപ്പുഴു എന്നുള്ളത് ആര് രചിച്ചാണ്? എസ് ഹരീഷ് രചിച്ച നോവലാണ്. ഇതിലെ കഥാപാത്രങ്ങളാണ് വിജയൻ, സ്റ്റീഫൻ, ആനി, ശ്യാമ, കൂടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, ഇലു എന്ന നായ്ക്കുട്ടി. അപ്പൊ നോക്കിക്കേ, ഇത് കഥാപാത്രങ്ങൾ ആയിരിക്കണം. പട്ടുനൂൽപ്പുഴു എന്ന് പറയുന്ന പട്ടുനൂൽപ്പുഴു ആണ്. പട്ടുനൂൽപ്പുഴു എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് വിജയൻ, സ്റ്റീഫൻ, ആനി, ശ്യാമ, ഇലു എന്ന നായ്ക്കുട്ടി. ഓക്കെ, ഉടൽ ഭൗതികം, ഉടലാണ്, ഉടൽ ഭൗതികം എന്ന നോവൽ രചിച്ചത് വി ഷിനിലാൽ ആണ്. ആരാണ്? വി ഷിനിലാൽ. കാന്തൽ എന്ന നോവൽ രചിച്ചത് നോവൽ രചിച്ചത് CS ചന്ദ്രിക. മരണവംശം എന്ന നോവൽ രചിച്ചത് TV ഷാജികുമാർ. അപ്പൊ നോക്കിക്കേ, പട്ടുനൂൽപ്പുഴു ആരുടെയാണ്? എസ് ഹരീഷ്. അതിലെ കഥാപാത്രങ്ങൾ വിജയൻ, സ്റ്റീഫൻ, ആനി, ശ്യാമ, ഇലു എന്ന നായ്ക്കുട്ടി. ഉടൽ ഭൗതികം എന്ന നോവൽ രചിച്ചത് വി ഷിനിലാല്. കാന്തൽ എന്ന നോവൽ രചിച്ചത് CS ചന്ദ്രിക. മരണവംശം എന്ന നോവൽ രചിച്ചത് ആരാണ്? TV ഷാജികുമാർ ആണ്. ഷാജികുമാർ രചിച്ച ആദ്യത്തെ നോവലാണ് ഏതെന്ന് പറയുന്ന മരണവംശം. അപ്പൊ ഷാജികുമാർ രചിച്ച ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മരണവംശം ആണ്.
കാസർഗോഡിനും കർണാടകയ്ക്കും അതിർത്തിയായുള്ള ഏർക്കാന എന്ന സാങ്കല്പിക ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ 3 തലമുറകളുടെ സ്നേഹത്തിന്റെയും കുടിപ്പകയുടെയും കഥയാണ് മരണവംശം എന്ന നോവൽ. അപ്പം നോക്കിയേ, കാസർഗോഡിനും കർണാടകയ്ക്കും അതിർത്തിയായുള്ള ഏർക്കാന എന്ന സാങ്കല്പിക ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ 3 തലമുറകളുടെ സ്നേഹത്തിന്റെയും കുടിപ്പകയുടെയും കഥയാണ് മരണവംശം എന്ന നോവല്. അപ്പം ഏർക്കാന എന്ന് പറയുന്നത് സാങ്കല്പിക ദേശമാണ്. അപ്പം നമുക്ക് ആ പരീക്ഷകൾക്കൊക്കെ അങ്ങനെ ചോദിക്കാം, ഏർക്കാന എന്ന സാങ്കല്പിക ദേശത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മരണവംശം എന്ന് പറയുന്ന നോവലാണ്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, വേറെ നോവലിലോട്ട് പോവാണ്. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് പ്രമുഖ നോവലിസ്റ്റാണ് തന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കൃതിയുടെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ എഴുതിയത് OV വിജയനാണ്. കൃതിയുടെ പേരെന്താണ്? ഖസാക്കിന്റെ ഇതിഹാസം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത് കേട്ടോ. അടുത്തത്, പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവലാണ് അസുരവിത്ത്. അസുരവിത്ത് രചിച്ചത് ആരാണ്? MT വാസുദേവൻ നായരാണ്. അസുരവിത്ത് രചിച്ചത് ആരാണ്? MT വാസുദേവൻ നായരാണ്. അപ്പൊ നോക്കിയ, പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവലാണ് അസുരവിത്ത്. രചിച്ചത് ആരാ? MT ആണ്. ചിരിക്കണം ടീച്ചർ ജി അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും മഞ്ഞെന്ന നോവലിലാണ് MTയുടെയാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്, അതും മഞ്ഞെന്ന നോവലിലാണ് MTയുടെ. ബസ് വരാനായി രവി കാത്തുകിടന്നു, ഇങ്ങനെ അവസാനിക്കുന്ന നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ അല്ലെ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് നോവലുകളുടെ പ്രത്യേകതകൾ, അതായത് എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്നും അവസാനിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള പിന്നെ കഥാപാത്രങ്ങൾ ഓരോരുത്തർ പറയുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായ പദങ്ങൾ കണ്ടെത്തുക. നിരൂപിക, അനുഗ്രഹീതൻ, അഭിഭാഷക, സേവിക. അപ്പൊ നോക്കിക്കേ, ഇതിൽ ശരി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിരൂപിക, അത് ശരിയാണ്. അനുഗ്രഹീതൻ അല്ല വരേണ്ടത്, പിന്നെയോ അനുഗ്രഹീതൻ എന്നാണ് ശരി. അഭിഭാഷകയല്ല, അഭിഭാഷിക. അഭിഭാഷകയല്ല, അഭിഭാഷികയാണ് ശരി. സേവികയാണ് ശരി. അപ്പൊ നോക്കിക്കണേ, 1ഉം 4ഉമാണ് ഇതിനകത്തുള്ള ശരിയായിട്ടുള്ളത്. D ആണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ ആണല്ലോ. നമുക്ക് കുറച്ച് വാക്കുകളൊന്ന് പരിചയപ്പെടാം. അപ്പൊ അനുഗ്രഹീതൻ, അഭിഭാഷിക, മടയൻ S ഡായാണ്. ജഡായു, ജഡായുന് S ഡാ. സ്ത്രീത്വം, ആണത്തം, മഹത്വം, പ്രഭുത്വം. കണ്ടോ, മഹത്വം എന്നുള്ളതിന് മാത്രം ഇത്തായി, പക്ഷെ സ്ത്രീത്വം, ആണത്തം അത് ഇത്തായാണ്. ഈ സ്ത്രീത്വം, പ്രഭുത്വം, മഹത്വം ഇതൊക്കെ ഒരേ കണക്ക് വരുന്ന വാക്കുകളാണ്. പക്ഷെ മഹത്വത്തിൽ എന്ത് ചെയ്യണം? ഇത്തായിരിക്കണം എഴുതേണ്ടത്. വിഡ്ഢിത്തം, മൂഢത്വം, ആഢ്യത, യാദൃച്ഛികം. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ് യാദൃച്ഛികം. കവയിത്രിയാണ്, കവയിത്രി. ത്വഗ്രോഗം, ഗായാണ് വരേണ്ടത്, ത്വഗ്രോഗം. സമകാലികൻ, ഋഗ്വേദം. കണ്ടോ, അപ്പൊ ഇതേ രീതിയിലാണ് വേണ്ട, അക്ഷരത്തെറ്റില്ലാതെ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അടുത്തത് വാഗ്വാദം, ചിന്മയൻ, ചിദ്രൂപം, അന്തഛിദ്രം. അന്തഛിദ്രം കണ്ടോ എഴുതുന്നത്? അന്തഛിദ്രം. ഇനിയോ അവധൂതൻ, ഹരിചന്ദ്രൻ, ഓക്കെ, അവധൂതൻ, ഹരിചന്ദ്രൻ, ശരചന്ദ്രൻ, വിദ്യുത് ശക്തി, ഭഗവത്ഗീത, പ്രദക്ഷിണം, ഭൂയിഷ്ടം. ഭൂയിഷ്ടം ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. ഭൂയിഷ്ടം ഇങ്ങനെ എഴുതേണ്ടത്: ഉച്ഛിഷ്ടം, ശ്രേഷ്ഠം, സ്പഷ്ടം, അനാച്ഛാദനം, കൈയക്ഷരം. കണ്ടോ എഴുതിയേക്കുന്നത്? അപ്പൊ ഈ രീതിയിൽ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, കൈച്ചെലവ്, കൈയാമം, കയ്യാങ്കള്ളി, കയ്യേറ്റം, കയ്യിൽ, സമകാലികൻ, കണ്ടുപിടിത്തമാണ് ശരി. പിടിത്തം, വിശ്വസ്തൻ. കണ്ടോ, തായാണ് അവിടെ വരേണ്ടത്. അപ്പൊ കയ്യാങ്കളി, കൈ എഴുത്ത് വരുമ്പോഴെല്ലാം ഇങ്ങനെ കൈ തന്നെ എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതണം കൈ. ഈ കൈ ചെലവിന് മാത്രമേ ഉള്ളൂ ഇച്ഛ എന്ന് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഭൃത്യ എന്നതിന്റെ എതിർലിംഗം എന്താണെന്നാണ് ചോദിച്ചത്.
ഭൃത്യ എന്നുള്ളതിന്റെ എതിർലിംഗം ഭൃത്യൻ. യജമാനൻ, സൂതൻ, ഭൃത്യൻ, ഭ്രാതാവ്. എന്താണ്? ഭൃത്യൻ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ബാക്കിയുള്ളതിന്റെയൊക്കെ എതിർലിംഗങ്ങള്. അപ്പൊ നോക്കിക്കേ, യജമാനൻ യജമാനത്തിയാണ്. യജമാനൻ യജമാനത്തി. സൂതൻ സൂത. സൂതൻ സൂത. ഭ്രാതാവ് സ്വസ്താവ്, അല്ലെങ്കിൽ നമുക്ക് വേറൊന്നും കൂടെ കൊടുക്കാം, ഭഗിനി എന്നും കൊടുക്കാം. സ്വസ്താവ് അല്ലെങ്കിൽ ഭഗിനി. ശിവൻ ശിവാനി. മോഷ്ടാവ് മോഷ്ടി. ചോരൻ ചോരി. ബ്രാഹ്മണൻ ബ്രാഹ്മണിയാണ്. ബ്രാഹ്മണി. യോഗി യോഗിനി. അപ്പൊ എതിർലിംഗങ്ങൾ ശ്രദ്ധിക്കുക. യജമാനൻ യജമാനത്തി. സൂതൻ സൂത. ഭ്രാതാവ് സ്വസ്താവ് അല്ലെങ്കിൽ ഭഗിനി. ശിവൻ ശിവാനി. മോഷ്ടാവ് മോഷ്ടി. ചോരൻ ചോരി. ബ്രാഹ്മണൻ ബ്രാഹ്മണി. യോഗി യോഗിനി. നരൻ നാരി. ജനയിതാവ് ജനയിത്രി. രചയിതാവ് രചയിത്രി. കവി കവയിത്രി. ദ്വര. ദ്വര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ്വര ബ്രാഹ്മണൻ. അപ്പൊ ദ്വരശാണ്. എന്താ ബ്രാഹ്മണൻ എന്നല്ല, അത് ധ്വജന കേട്ടോ. ധ്വജൻ ധ്വജ. ദ്വരശാണി. 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 ധ്വജൻ ധ്വജ കേട്ടോ. സോറി, ധ്വജൻ അല്ല, ദ്വിജൻ. ദ്വിജൻ ദ്വിജ. ദ്വിജനാണ് എന്തുവാ? ബ്രാഹ്മണൻ കേട്ടോ. ദ്വിജന്റെ അർത്ഥം എന്താ? ബ്രാഹ്മണൻ എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, നരൻ നാരി. ജനയിതാവ് ജനയിത്രി. രചയിതാവ് രചയിത്രി. കവി കവയിത്രി. ദ്വരശാണി. വിദ്വാൻ വിദുഷി. വിധുരൻ വിധവ. പക്ഷി പക്ഷിണി. പ്രാണി പ്രാണിനി. ദ്വിജൻ ദ്വിജ. ദ്വിജന്റെ അർത്ഥം എന്താന്നാ പറഞ്ഞത്? ബ്രാഹ്മണൻ. ഓക്കെ ആണല്ലോ. അടുത്ത പ്രസാധകൻ പ്രസാദിക. സമ്പാദകൻ സമ്പാദിക. പതി പത്നി. വാര്യർ വാരസ്യാർ. മാരാർ മാരസ്യാർ. പൊതുവാൾ പൊതുവാൾസ്യാർ. തരകൻ തരകസ്യാർ. തരുണൻ തരുണി. തപസി തപസ്വിനി. പ്രസാദകൻ പ്രസാദിക. സമ്പാദകൻ സമ്പാദിക. പതി പത്നി. മാരാർ മാരസ്യാർ. വാര്യർ വാരസ്യാർ. പൊതുവാൾ പൊതുവാൾസ്യാർ. തരകൻ തരകസ്യാർ. തരുണൻ തരുണി. തപസി തപസിനി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിശ്വസ്ത സേവകൻ ഘടകപദങ്ങളാക്കാനാണ് ചോദിച്ചത്. വിശ്വസ്തന്റെ സേവകൻ. വിശ്വാസിയായ സേവകൻ. വിശ്വസ്തനായ സേവകൻ. വിശ്വസ്തനും സേവകനും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത്? വിശ്വസ്തനായ സേവകൻ. എന്താണ്? വിശ്വസ്തനായ സേവകൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ആൻസർ ഡി ആണ് സി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? സി. ഓക്കെ, കുറച്ച് ഘടകപദങ്ങളാക്കാനുള്ളത് പറയുകയാണേ. വേദശാസ്ത്രാദികൾ. വേദശാസ്ത്രാദികൾ എങ്ങനെ നമ്മൾ വിഗ്രഹിക്കുന്നേ? വേദം, ശാസ്ത്രം ആദിയായവ. കലാസ്വാദനം. കലയുടെ ആസ്വാദനം. തലവേദന. തലയിലെ വേദന. ഇതൊക്കെ നമ്മൾ സമാസം പഠിച്ചില്ലേ? ആ സമാസം പഠിച്ചപ്പോൾ ഉള്ള ഘടകപദങ്ങളാണ്. ഇങ്ങനെയുള്ള പദങ്ങളെ ഘടകപദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഘടകപദങ്ങളാക്കാൻ നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ കലയുടെ ആസ്വാദനം. കലയുടെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഉടേ വന്നു. ഉടേ വന്നു കഴിഞ്ഞാൽ എന്താ? സംബന്ധിക്കാൻ തൽപുരുഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ അല്ലേ? തലവേദന. തലയിലെ വേദന. വന്നു അല്ലെ? അങ്ങനെ നോക്കി പറയണം കേട്ടോ. അങ്ങനെ തലയിലെ വേദന. അതിന് വന്നു. വന്നാൽ എന്താ? പ്രതിഗ്രാഹികയാണ്. നളനൃപൻ. നളൻ എന്ന നൃപൻ എന്ന വന്നു. വഴിയമ്പലം. വഴിയിലെ അമ്പലം. ഹൃദയതാളം. ഹൃദയത്തിന്റെ താളം. പള്ളവേദന. പള്ളയിലെ വേദന. കാഞ്ചന കാഞ്ചി. കാഞ്ചനം കൊണ്ടുള്ള കാഞ്ചി. ഓലക്കുട. ഓല കൊണ്ടുള്ള കുട. പൂപുഞ്ചിരി. പൂവ് പോലെയുള്ള പുഞ്ചിരി. സുവർണ ലിപി. സുവർണ നിറത്തിലുള്ള ലിപി. മഹാത്ഭുതം. മഹത്തായ അത്ഭുതം. നീലപ്പട്ട് സാരി. നീലയായ പട്ട് സാരി. സ്വാഭാവിക പ്രതിരോധ ശേഷി. സ്വാഭാവികമായ പ്രതിരോധ ശേഷി. നക്ഷത്ര കണ്ണുകൾ. നക്ഷത്രം പോലുള്ള കണ്ണുകൾ. നിഗ്രഹാനുഗ്രഹം. നിഗ്രഹവും അനുഗ്രഹവും. ഭരദ്വാജ പുത്രൻ. ഭരദ്വാജന്റെ പുത്രൻ. രാത്രിവഞ്ചി. രാത്രിയിലെ വഞ്ചി. ഇവിടെയൊക്കെ നമുക്ക് എന്താ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത? ഘടകപദങ്ങളാക്കിയ പദങ്ങളാണ്. ഘടകപദങ്ങളാക്കാൻ നമുക്ക് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുള്ളതാണ്.
അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷകൾ കൂട്ടിച്ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? തമിഴ്, തെലുങ്ക്, സംസ്കൃതം, ഇംഗ്ലീഷ്. നമ്മുടെ ആൻസർ എന്താ? സംസ്കൃതമാണ്. സി ആണ് നമ്മുടെ ആൻസർ അല്ലെ? സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. മണിപ്രവാളത്തെ കുറിച്ചാണ് പറയുന്നത്. മണിപ്രവാള പ്രസ്ഥാനം 13ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ്. മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ മണിപ്രവാളത്തിന് നൽകിയിരിക്കുന്ന ലക്ഷണം. അപ്പൊ 13ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം, മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന ഒരു സങ്കര ഭാഷയാണ് മണിപ്രവാളം. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ ഇതിന് നൽകിയിരിക്കുന്ന ലക്ഷണം. ഇനി മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ്. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മലയാള ഭാഷയാണ്. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് എന്തിനെയാ? മലയാള ഭാഷയെ. ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതി ഏതാണ്? വൈശിക തന്ത്രം. പ്രാചീന മണിപ്രവാളത്തിലെ അവസാനത്തെ കൃതിയാണ് ചന്ദ്രോത്സവം. ഏതാണ്? ചന്ദ്രോത്സവം. 13ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട് മണിപ്രവാളം എന്തൊക്കെ ചേർന്നാണ്? മലയാളവും സംസ്കൃതവും കൂടി കലർന്ന ഒരു സങ്കര ഭാഷയാണ്. മണിപ്രവാളത്തിന് ലീലാ തിലകകാരൻ നൽകിയിരിക്കുന്ന ലക്ഷണമാണ് എന്താണ്? ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് മലയാള ഭാഷയെയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. അവസാനത്തെ കൃതിയാണ് ഏതാ? ചന്ദ്രോത്സവം. ക്ലിയർ ആയല്ലോ? അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, കേരള പത്രിക, ജ്ഞാനോദയം. ഏതാണ് നമ്മുടെ ആൻസർ? വിദ്യാവിനോദിനി. നമ്മുടെ ആൻസർ ബി എന്ന് പറയുന്നതാണ് അല്ലെ? ബിയിലാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്, വിദ്യാവിനോദിനി. ഓക്കെ, വിദ്യാവിനോദിനി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് ഏതാ? വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതിയാണ്. 1891 വിദ്യാവിനോദിനി മാസികയിൽ അച്ചടിച്ചു വന്നു. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതിയാണ്. അച്ചടിച്ചു വന്ന മാസികയാണ് വിദ്യാവിനോദിനി. ഏത് വർഷമാണ് വന്നത്? 1891. രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ്. ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. കേരള മാർക്ക് ട്വെയിൻ എന്ന് അറിയപ്പെടുന്നു. മലയാള ചെറുകഥാ ശാഖയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കേരള മാർക്ക് ട്വെയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ്. മലയാള ചെറുകഥാ ശാഖയുടെ പിതാവാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറ്. കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാ നാമങ്ങളിൽ കൃതികൾ രചിച്ചു. അപ്പൊ കൃതികൾ രചിച്ചിരിക്കുന്ന ഏതൊക്കെ പേരുകളാ? കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാ നാമങ്ങളിൽ കൃതികൾ രചിച്ച വ്യക്തിയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. അപ്പൊ കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപർ ആരായിരുന്നു? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താ പറയുന്നത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതിയാണ്. അത് അച്ചടിച്ചു വന്ന മാസിക വിദ്യാവിനോദിനി. വർഷം 1891. രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള മാർക്ക് ട്വെയിൻ. മലയാള ചെറുകഥാ ശാഖയുടെ പിതാവാണ് അദ്ദേഹം. കേസരി, വജ്രസൂചി, വജ്രബാഹു തുടങ്ങിയ തൂലികാ നാമങ്ങൾ അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, മുൻവിനേച്ചത്തിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണാൻ വന്നു, പറയാൻ വന്നു, പറഞ്ഞു പോയി, പറക വേണം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, പറയാൻ വന്നു. എന്താണ്? പറയാൻ വന്നു. നമുക്ക് നോക്കാം എന്താണ് വിനേച്ചം എന്നുള്ളത്. അപ്പൊ വിനേച്ചം എന്ന് പറഞ്ഞാൽ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വിനേച്ചം. ഉദാഹരണം നമുക്ക് പറയാം. തൊഴാൻ പോയി. തൊഴാൻ പോയി എന്ന് പറഞ്ഞാൽ തൊഴാൻ പോയി. അപ്പൊ ഈ പോയി എന്നുള്ളത് ഒരു പൂർണ്ണ ക്രിയയല്ലേ
അല്ലെ? പോയി എന്നുള്ളത് പൂർണ്ണക്രിയ. ഈ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് തൊഴാൻ. ഈ തൊഴാൻ എന്നുള്ള ഒരു പദം ഒറ്റയ്ക്ക് വന്നാൽ അതിന് അർത്ഥം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പോയി എന്ന് പറയുന്ന ഒരു ക്രിയയോട് ചേർന്നപ്പം അതിന്റെ അർത്ഥം പൂർണ്ണമായി. അപ്പൊ ഇതിന് പറയുന്ന പേരെന്താണ്? വിനേചം. അതായത് പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കണം അപൂർണക്രിയ. അങ്ങനെയുള്ള ക്രിയകളെ പറയുന്ന പേരാണ് വിനേചം. അപ്പം തൊഴാൻ പോയി, കുളിച്ചു കുറിയിട്ടു, എറിഞ്ഞു കൊള്ളിച്ചു, ഇതൊക്കെ എന്താണ്? വിനേചത്തിന് ഉദാഹരണങ്ങളാണ്. ഈ വിനേചത്തെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 5 ആയിട്ട് തിരിക്കാം. വിനേചത്തെ എത്രയായിട്ട് തിരിക്കാം? 5 ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് മുൻവിനേചം. മുൻവിനേചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന അപൂർണക്രിയയെ പറയുന്ന പേരാണ് മുൻവിനേചം. പൂർണ്ണക്രിയയെക്കാട്ടി മുന്നേ ആയിരിക്കും അപൂർണക്രിയ നടക്കുന്നത്. അതായത് എറിഞ്ഞു കൊള്ളിച്ചു. ഇപ്പൊ എറിഞ്ഞു കൊള്ളിച്ചു എന്ന് പറയുമ്പം ഇവിടെ ആദ്യം നടന്ന ക്രിയ ഏതാണ്? ഇവിടെ ആദ്യം നടന്ന ക്രിയ ഏതാ? എറിഞ്ഞു എന്നുള്ളതില്ല. ഇത് അപൂർണക്രിയയാണ്. അപൂർണക്രിയകൾ എപ്പോഴും ആദ്യമാണ് വരുന്നതെന്ന് ഓർക്കുക. നമ്മൾ എഴുതുന്നതിനകത്ത് ആദ്യം വരുന്ന ക്രിയ അപൂർണക്രിയ ആയിരിക്കും. അപ്പൊ എറിഞ്ഞു എന്നുള്ളത് അപൂർണക്രിയയാണ്, കൊള്ളിച്ചു എന്നുള്ളത് പൂർണ്ണക്രിയയാണ്. കുളിച്ചു കുറിയിട്ടു ദണ്ട ഇങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് പരീക്ഷയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ചോദിച്ചാൽ കേട്ടോ, കുളിച്ചു കുറിയിട്ടു ഈ രീതിയിലാണ് വരേണ്ടത്. അത് എനിക്ക് എറിഞ്ഞു കൊള്ളിച്ചു എന്നുള്ള എറിഞ്ഞ് കൊള്ളിച്ചു ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ തന്നെ ചോദിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ കുളിച്ചു കുറിയിട്ടു. അപ്പൊ ആദ്യത്തെ ക്രിയ എന്താ? പൂർണ്ണക്രിയ. ഇതിന്റെ ഈ കുറിയിട്ടു എന്നുള്ള പൂർണ്ണക്രിയ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്രിയകളെ പറയുന്ന പേരാണ് മുൻവിനേചം. അതായത് കുറിയിട്ടു എന്നുള്ള ക്രിയയെ കാട്ടി മുന്നേ നടന്ന ക്രിയയാണ് കുളിച്ചു, അല്ലേ? ഓക്കെ, ഓർക്ക. എറിഞ്ഞു കൊള്ളിച്ചു എന്നുള്ളത് ആദ്യം നടന്ന ക്രിയ ഏതാ? എറിഞ്ഞു, ഇല്ലേ? അത് അപൂർണ ക്രിയയാണ്. അതിന് കുളിച്ചു കുറിയിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഏത് ക്രിയ ആദ്യം നടന്ന? കുളിച്ചു എന്നുള്ള ക്രിയ ആദ്യം നടന്നത്. ഇത് രണ്ടും അപൂർണ ക്രിയ. അപ്പൊ പൂർണ്ണക്രിയക്കാട്ടി മുന്നേ എന്തോ നടക്കണം? അപൂർണക്രിയ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? മുൻവിനേചം എന്ന് പറയാം. നമ്മുടെ ക്രിയ എന്ന് പറയുന്നൊരു ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത എന്താ? പിൻവിനേച്ചാണ്. പിൻവിനേച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് ശേഷമാണ് എന്ത് നടക്കുന്ന? അപൂർണക്രിയ നടക്കുന്നത്. പ്രത്യേകം അവിടെ ആനാ വരുന്നത്. ആൻ. അപ്പൊ കാണാൻ പോയി, വരാൻ പറഞ്ഞു, ഉണ്ണാനിരുന്നു എന്നൊക്കെ പറയുന്നു. അവിടെ നോക്കിയേ, പോയി ആദ്യം നടന്ന, കാണാൻ പോയി എന്ന് പറഞ്ഞപ്പോ അവിടെ നടന്ന ആദ്യത്തെ ക്രിയ ഏതാ? പോയി. പിന്നീടാണ് കാണുന്നത്, ഇല്ലേ? ഇനി വരാൻ പറഞ്ഞു എന്നുള്ളതാണ് ആദ്യം നടന്നത്, പിന്നീടാണ് വരുന്നത്. ഉണ്ണാനിരുന്നു, ഇരുന്നുള്ള ക്രിയ കഴിഞ്ഞിട്ടാണ് ഉണ്ണുന്നത്. അപ്പൊ ഇവിടെ എല്ലാം എന്ത് വന്നു? ആൻ എന്ന് വന്നു. അപ്പൊ ആൻ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പിൻവിനേചം. മനസ്സിലായോ? അപ്പം നമ്മൾ മുൻവിനേചത്തിനകത്ത് പ്രത്യയമില്ല, നോക്കി കണ്ടുപിടിക്കണം ആദ്യം അപൂർണക്രിയ ആണോ നടക്കുന്നത്. ഇത് പിൻവിനേചം ആകുമ്പം പൂർണ്ണക്രിയ നടന്നതിന് ശേഷമായിരിക്കും എന്ത് നടക്കുന്നത്? അപൂർണക്രിയ നടക്കുന്നത്. അടുത്തതാണ് തൻവിനേചം. തൻവിനേചം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്രിയകൾ ഒരുമിച്ച് നടക്കുക. പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരുമിച്ചാണ് നടക്കുന്നത്. പ്രത്യയം വരുന്നത് എന്താ? എന്നോ അവയെന്നോ വരും, അല്ലെ? പോകെ കണ്ടു, പതുക്കെ പോയി, ഉറക്കവേ കരഞ്ഞു, മെല്ലവേ നടന്നു. അപ്പൊ ഏയോ അവയോ വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? തൻവിനേചം എന്ന് പറയാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ 3 ക്രിയകൾ പറഞ്ഞു. ഒന്ന് മുൻവിനേചം. മുൻവിനേചത്തിൽ പൂർണ്ണക്രിയക്ക് മുൻപ് എന്ത് നടക്കണം? അപൂർണക്രിയ നടക്കണം. പൂർണ്ണക്രിയ നടന്നതിന് ശേഷം അപൂർണക്രിയ നടക്കുന്നത് പിൻവിനേചം. പൂർണ്ണക്രിയ അപൂർണക്രിയ ഒരുമിച്ച് നടക്കുന്നത് തൻവിനേചം ആണ്. അടുത്തതാണ് നടുവിനേചം. നടുവിനേചം എന്ന് വെച്ചാൽ കാലം, പ്രകാരം, പുരുഷൻ തുടങ്ങിയ ഉപാധികളെ കൂടാതെ ശുദ്ധരൂപത്തെ കാണിക്കുന്ന വിനേചമാണ് നടുവിനേചം. അതായത് ക്രിയയുടെ ശുദ്ധമായ രൂപമാണ് ഇവിടെ വരുന്നത്. കാണുക, കാണുക. അവിടെ വരുന്നത് എന്താണ്? ആ, കാ, ഉക എന്നീ പ്രത്യയങ്ങളായിരിക്കും വരുന്നത്. കാണുക, കാണുക. ചെയ്യുക, ചെയ്യുക. ഈ രീതിയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നടുവിനേചം. ആ, ക, ഉക എന്നീ പ്രത്യയങ്ങളായിരിക്കും ഇടയ്ക്ക് വരുന്നത്. അടുത്തത് 5ാമത്തെ പ്രത്യയമാണ് പാർഷിക വിനേചം. പ്രത്യയമല്ല, പാർഷിക വിനേചം. പാർഷിക വിനേചം എന്ന് പറയുന്നത് പാർഷിക വിനേചമാണ്, ഒരുമിച്ച് വരേണ്ട വാക്കാണേ. പൂർണ്ണക്രിയ നടക്കണമെങ്കിൽ അപൂർണക്രിയ നടന്നേ മതിയാകൂ. പാർഷിക വിനേചമാണ്. അപ്പൊ പൂർണ്ണക്രിയ നടക്കണമെങ്കിൽ എന്ത് നടക്കണം? അപൂർണക്രിയ നടന്നേ മതിയാകൂ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പാർഷിക വിനേചം. അതായത് പ്രത്യയം അവിടെ വരുന്ന ആല്, ഉകില്, എങ്കിൽ എന്നീ പ്രത്യയങ്ങളായിരിക്കും വരുന്നത്.
ഉദാഹരണം നമുക്ക് പറയാം, കണ്ടാൽ പറയാം, കൊടുക്കുകിൽ കിട്ടും, കണ്ടെങ്കിൽ പറയാമായത്. അതായത് പൂർണ്ണക്രിയ നടക്കണമെങ്കിൽ എന്തോ നടന്നിരിക്കണം? അപൂർണക്രിയ നടന്നിരിക്കണം. ഇവിടെ നോക്കിക്കേ, കണ്ടാൽ പറയാം, പറയാം എന്നുള്ളതല്ലേ പൂർണ്ണക്രിയ. ഇത് നടക്കണമെങ്കിൽ ഇത് നടക്കണ്ടേ? കണ്ടാൽ എന്നുള്ള അപൂർണക്രിയ നടക്കണ്ടേ? കൊടുക്കുകിൽ കിട്ടും, കിട്ടും എന്നുള്ളത് പൂർണ്ണക്രിയ. അത് നടക്കണമെങ്കിൽ കൊടുക്കുകൾ എന്ന് പറയുന്ന ആ ക്രിയ നടന്നിരിക്കണം. കണ്ടെങ്കിൽ പറയാമായിരുന്നു, പറയാമായിരുന്നു എന്നുള്ളതാണ് പൂർണ്ണക്രിയ. കണ്ടെങ്കിൽ എന്നുള്ളത് അപൂർണക്രിയ. ഇത് നടന്നെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പാർശ്വിക വിനയിച്ചം. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡീപ്പായിട്ട് എടുത്തു തരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉൻ അധികം നിദ്രം, ഉൺ അധികം നിദ്രം, ഉദ് അധികം നിദ്രം, ഉദ് അധികം നിദ്രം. ഏതാണ്? ഇതാണ് ശരി, ഉദ് അധികം നിദ്രം. അപ്പൊ കുറച്ച് പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഉദ്യോഗം, ഉദ് അധികം യോഗം. ഉദ്യോഗം എങ്ങനെ പിരിക്കുന്നേ? ഉദ് അധികം യോഗം. ഉല്ലാസം, ഉദ് അധികം ലാസം. ഉച്ചിഷ്ടം, ഉദ് അധികം ശിഷ്ടം. ഉല്ലേഖനം, ഉദ് അധികം ലേഖനം. ഉല്ലംഘനം, ഉദ് അധികം ലംഘനം. ഉന്നമ്രം, ഉദ് അധികം നമ്രം. ഉണ്മ, ഉൾ പ്ലസ് മ. നോക്കിയേ, ഉദ്യോഗം ഉദ് അധികം യോഗം. ഉല്ലാസം ഉദ് അധികം ലാസം. ഉച്ചിഷ്ടം ഉദ് അധികം ശിഷ്ടം. ഉല്ലേഖനം ഉദ് അധികം ലേഖനം. ഉല്ലംഘനം ഉദ് അധികം ലംഘനം. ഉന്നമ്രം ഉദ് അധികം നമ്രം. ഉണ്മ, ഉൾ പ്ലസ് മ. ചിന്മയൻ, ചിത്ത് പ്ലസ് മയൻ. ചിദ്രൂപം, ചിത്ത് പ്ലസ് രൂപം. ചലച്ചിത്രം, ചലത് പ്ലസ് ചിത്രം. നവോത്ഥാനം, നവ പ്ലസ് ഉദ്ധാനം. നവോന്മേഷം, നവ പ്ലസ് ഉന്മേഷം. നവാഗതൻ, നവ പ്ലസ് ആഗതൻ. അപ്പൊ ചിന്മയൻ, ചിത്ത് പ്ലസ് മയൻ. ചിദ്രൂപം, ചിത്ത് പ്ലസ് രൂപം. ചലച്ചിത്രം, ചലത് പ്ലസ് ചിത്രം. നവോത്ഥാനം, നവ പ്ലസ് ഉദ്ധാനം. നവോന്മേഷം, നവ പ്ലസ് ഉന്മേഷം. നവാഗതൻ, നവ പ്ലസ് ആഗതൻ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് LP-UPക്ക് മുന്നേയൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.